അരുണാചൽ പ്രദേശിലെ ഇട്ടാനഗറിലുള്ള ബിഷപ്പ് ഹൗസിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ എത്തിച്ചേർന്നത്. ബിഷപ്പ് ഹൗസ് ആകമാനം ക്രിസ്മസിന്റേതായ ഒരു പ്രതീതിയിലാണ് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. മുഴുവനും ഇലുമിനേഷൻ കൊണ്ട് തീർത്തിരിക്കുകയാണ്. അതിമനോഹരമായിട്ടാണ് ബിഷപ്പ് ഹൗസ് എനിക്ക് കാണപ്പെടുന്നത്. ഇമവെട്ടാതെ എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് കാണുമ്പോൾ ഈ ഒരു കെട്ടിടത്തിന്റെ മനോഹരമായ ഒരു ഭംഗി വർണ്ണിക്കുവാൻ സാധിക്കാത്തതാണ്. ഇട്ടാനഗർ സിറ്റിയുടെ ഒത്തു നടുഭാഗത്തായിട്ടാണ് ഈ ബൃഹത്തായ കെട്ടിടം നിലകൊള്ളുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പണിതതായതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു കെട്ടിടം തന്നെയാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പ്രൗഢി എന്നും ശോഭ കെടാതെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു മലയാളിയായ ബിഷപ്പാണ് ഇട്ടാനഗറിന്റെ നേതൃത്വം നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്. കോതമംഗലം രൂപതയിൽപ്പെട്ട മാർ ബെന്നി വർഗീസ് ആണ് ഇവിടത്തെ ബിഷപ്പായി ഇപ്പോൾ സേവനം ചെയ്തു വരുന്നത്. ധാരാളം മലയാളികളായ വൈദികർ ഇന്ന് ഇട്ടാനഗർ ഡയസിസിൽ സേവനം ചെയ്തു വരികയാണ്. ഇവിടുത്തുകാർ ഈ അടുത്ത കാലത്താണ് വൈദികരായി സേവനമനുഷ്ഠിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നാളിതുവരെ മലയാളികളായ വൈദികരും മലയാളികളായ ബിഷപ്പുമാരും ഒക്കെയാണ് ഇവിടത്തെ ഡയസിസിന് നേതൃത്വം നൽകി വരുന്നത്. ക്രിസ്മസ് കാലഘട്ടമായതുകൊണ്ട് ബൃഹത്തായ ഒരു ക്രിസ്മസ് ട്രീ കയറി വരുമ്പോൾ തന്നെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുകയാണ്. ഇവിടെയുള്ള വൈദികരുമായി സംഭാഷണ മധ്യേ അവർ പങ്കുവയ്ക്കുന്ന വലിയൊരു കാര്യം, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇത്തരണത്തിലേക്കുള്ള ഒരു വളർച്ച ഈ ഒരു ഡയസിസിന് ഉണ്ടായിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ ഒരു ഡയസിസ് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഈ പ്രദേശത്തിന് പോലും ഇത്രമാത്രം രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നത്. വലിയ സിറ്റികൾ പോലും ഇന്ന് ഉയർന്നു നിൽക്കുന്നതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് അഹോരാത്രം സേവനം ചെയ്തതിന്റെ മാത്രം ഫലമാണ് എന്ന് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഇവരുടെ ഈ ഒരു മിഷൻ യാത്ര മുന്നോട്ട് പോകും. ഈ ഒരു പ്രദേശത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അവർ കൂടെ ഉണ്ടാവും.